അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള, അവനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മജ്‌ലിസിൽ ഒരൽപ്പസമയം ഇരിക്കാൻ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത് അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാത്തിൻ്റെയും പരിശുദ്ധിയും പവിത്രതയും മനസ്സിലാക്കി ആ പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് തന്നെ ഓരോന്നിനെയും നോക്കിക്കാണുന്ന തഖ്വയുള്ള അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ചേർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ചരിത്രത്തിൽ നിന്ന് ചില ഗുണപാഠങ്ങളും സന്ദേശങ്ങളും ചെറിയ സമയത്തിനുള്ളിൽ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് എങ്ങോട്ടോ യാത്ര പോകുന്നതിനിടയിൽ ഒരു ദിവസം ഈ പള്ളിമുറ്റത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മുഹറം 10 അസറിന് ശേഷം അല്പസമയം ഇരിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു മജ്‌ലിസ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. അള്ളാഹു പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ അർഹമായ പ്രതിഫലത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഏതൊരു ചരിത്രവും നാം കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ആ ചരിത്രം നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല നബിമാരുടെയും ചരിത്രം നമ്മുടെ മുമ്പിൽ പറയപ്പെടും, സന്ദർഭോചിതമായി പറയപ്പെടും. ഹജ്ജ് മാസം കഴിഞ്ഞു, കുറേ ആഴ്ചകളായി ഖുതുബയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രവും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രവും ഉമ്മു ഇസ്മായിൽ ഹാജറ ബീവിയുടെ ചരിത്രവുമൊക്കെ നമ്മുടെ മുമ്പിൽ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടു. നമുക്ക് ഹജ്ജ് മാസവും ദിൽഹിജ്ജയും ബലിപെരുന്നാളും ഒക്കെ വരുമ്പോൾ നേരത്തെ നമുക്കറിയാം ഇന്നേതായാലും ഇബ്രാഹിം നബീൻ്റെ ചരിത്രമായിരിക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ തീരുമാനിച്ചു. നമുക്കറിയാം ഖതീബ് ഇന്നെന്ത് പറയും, നമ്മളിത് എത്ര കേട്ടതാ എന്ന മട്ടിലാണ് നമ്മൾ. അല്ല, തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹീഹാ ഇലൈക മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ. നമ്മുടെ നബിയോട് അല്ലാഹു പറയാൻ, ഓ മുഹമ്മദ് നബിയെ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം, ഈ കാലഘട്ടങ്ങളിലൊന്നും താങ്കൾ ഉണ്ടായിട്ടില്ല. അവിടെ അന്നൊന്നും താങ്കൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ താങ്കൾക്ക്, ഈ ചരിത്രങ്ങളൊക്കെ, ഈ സന്ദേശങ്ങളൊക്കെ താങ്കൾക്ക് വന്നു കിട്ടിയത് നൂഹീഹാ ഇലൈക, നാം താങ്കൾക്ക് നൽകിയ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ചരിത്രങ്ങളൊക്കെ വഹിയാണ്. വഹീന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ചരിത്രങ്ങളും സന്ദേശങ്ങളും ഇതൊക്കെ കേൾക്കാനുള്ള തൗഫീഖ് ഉണ്ടായത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത. ഇതൊരു വഹിയാണ്. ഈ ചരിത്രം ഒരു വഹിയാണ്. വഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അത് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. റബീഉൽ അവ്വൽ സമാഗതമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, പ്രവാചകന്റെ സന്ദേശം, പ്രവാചകന്റെ സുന്നത്തുകൾ പിൻപറ്റുന്നതിൻ്റെ അനിവാര്യത, പ്രവാചകന്റെ സുന്നത്തുകളോട് എതിര് പ്രവർത്തിക്കുന്നതിൻ്റെ അപകട സാധ്യതകൾ ഒക്കെ നമ്മൾ ആ സമയത്ത് നമ്മൾ വിശദീകരിക്കും. ഇപ്പൊ മുഹറമാണ്. മാസങ്ങളുടെ കൂട്ടത്തിൽ പവിത്രമായ 4 മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് മുഹറം
എന്ന് പറയുന്ന ഈ മാസം. അള്ളാഹുവാണ് അത് തെരഞ്ഞെടുത്തതും അള്ളാഹുവാണ് ഈ മാസത്തിന് പോരിശ നിശ്ചയിച്ചത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ജീവിക്കാൻ, ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ കേൾക്കാൻ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തത് തന്നെ വലിയ കാര്യമായി നമ്മൾ കാണണം. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ദറജകൾ ഉയർത്തിക്കിട്ടാനും നമ്മുടെ പാപങ്ങൾ പൊറുത്തു കിട്ടാനും ഈ മാസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തുകളിൽ, ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ആരാധനകളിലൂടെ നമുക്ക് സാധ്യമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നോമ്പുകാരായിരിക്കും എല്ലാവരും മിക്കവാറും. ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പിൻ്റെ ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത്. റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് നിർബന്ധമായും മുസ്ലിമീങ്ങൾ എടുത്തിരുന്ന നോമ്പാണ് മുഹറമിലെ നോമ്പ്. റമദാനിലെ നോമ്പ് നിർബന്ധമായി കൊണ്ടുള്ള സൂറത്തു ബഖറയിലെ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് മുഹറമിന്റെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് എന്ന തരത്തിലേക്ക് അതിൻ്റെ വിധി മാറിയത്. അല്ലെങ്കിൽ ഈ നോമ്പ് ഫർളായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ വരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് എടുത്തിരുന്ന ഒരു നോമ്പായിരുന്നു മുഹറമിലെ നോമ്പ് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ് മുഹറമിന്റെ സന്ദേശവും മുഹറമിന്റെ പവിത്രതയും. ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ വലിയൊരു തെറ്റെന്തെങ്കിലും ചെയ്തെങ്കിൽ ബാക്കിയുള്ളവർ പറയും മുഹറം 10 നോമ്പ് നോക്കിയാൽ മതി, ആ തെറ്റ് അല്ലാഹു നിനക്ക് മാപ്പാക്കി തരും എന്നാര് പറഞ്ഞിരുന്നു? ജാഹിലിയത്തിൽ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രവാചകനാകുന്നതിന് മുമ്പ് ഈ ദിവസത്തിൽ നോമ്പെടുത്തത് പ്രവാചകന്റെ ചരിത്രം പറയുന്നിടത്ത് നുബുവത്തിന് മുമ്പ് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യഹൂദികളും നസ്രാനികളും എല്ലാവരും ഈ ദിവസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് വ്രതമനുഷ്ഠിച്ചതും നമ്മൾ കാണുന്നു. നമ്മൾ നോമ്പെടുക്കുന്നു. നമുക്ക് ഈ ദിവസത്തിന്റെ നോമ്പിന്റെ പോരിശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രവാചകനോട് ഒരാൾ വന്ന് ചോദിച്ചു അറഫ നോമ്പിനെ കുറിച്ച്. പ്രവാചകൻ പറഞ്ഞു 2 കൊല്ലത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ് അറഫ നോമ്പ്. അസ്സനത്തല്ലതി ഖബ്ല, വരാനിരിക്കുന്ന ഒരു വർഷത്തെ, വൽമാദിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ, 2 വർഷത്തെ പാപങ്ങൾക്കുള്ള, പാപങ്ങൾ എന്ന് പറയുമ്പോൾ വൻ പാപങ്ങൾ ഒഴിച്ചുള്ള ചെറിയ പാപങ്ങൾ. ചില ഇബാദത്തുകൾക്ക് അങ്ങനെയാണ്. ആ ഇബാദത്ത് ചെയ്തെങ്കിൽ മതി, ദുആ ഇറക്കണമെന്നില്ല. പാപങ്ങൾ പുറത്തു തരണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നില്ല. ചില ഇബാദത്തുകൾ ചെയ്താൽ മതി. ആ ഇബാദത്തിന്റെ പവർ കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളെ മാപ്പാക്കി തരും. അങ്ങനെ ഒരുപാട് ഇബാദത്തുകളുണ്ട്. നിസ്കരിച്ചാൽ മതി, നിസ്കാരം കൊണ്ട് പാപങ്ങൾ പുറത്തു കിട്ടും. നോമ്പ് നോക്കിയാൽ മതി, ദുആ ഇറക്കണമെന്നില്ല, നോമ്പ് തന്നെ മതി, അതെന്നെ ഒരു കഫാറത്താണ്. നോമ്പ് തന്നെ പാപങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ്. ജുമാ നിസ്കരിച്ചാൽ മതി, ഒരു ഉംറ ചെയ്താൽ മതി, ഒരു ഹജ്ജ് ചെയ്താൽ മതി. ആ ഇബാദത്ത് തന്നെ ദുആ കൂടാതെ തന്നെ പാപങ്ങൾ പരിഹരിച്ചു കിട്ടാനും പുറത്തു കിട്ടാനുമുള്ള വടികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആശൂറ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് അഹ്തസിബു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ആശൂറ ദിവസത്തിലെ മുഹറം 10 ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കുറപ്പുണ്ട് ഒരു കൊല്ലത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് മുഹറം 10 ഈ നോമ്പ് എന്ന്. നമ്മളെല്ലാവരും നോമ്പുകാരാണ്. അല്ലാഹു നമ്മുടെ ഈ ഒരു വർഷത്തെ ചെറുദോഷങ്ങളൊക്കെ ഈ ഒരു നോമ്പ് കൊണ്ട് പുറത്തു കിട്ടുന്ന ദർജയിലേക്ക് അല്ലാഹു തെരഞ്ഞെടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെ പ്രസിദ്ധമായ ചരിത്രമാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഫിർഔനിന്റെയും ചരിത്രം. ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഈ ഒരു ചരിത്രം തന്നെയാണ്. ഏറ്റവും കൂടുതൽ നബിമാരുടെ കൂട്ടത്തിൽ ഖുർആൻ പേര് പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേരാണ്. 100-ലധികം തവണ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഖുർആനിൽ വെറും 4 സ്ഥലത്തേ പറഞ്ഞിട്ടുള്ളൂ. 100-ലധികം തവണ അള്ളാഹു ആയത്തുകളിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേര് പരാമർശിച്ചത് ഖുർആനിൽ നമ്മൾ കാണുന്നു. ഏറ്റവും കൂടുതൽ ഖുർആൻ ചർച്ച ചെയ്തിട്ടുള്ള ചരിത്രങ്ങളിൽ ഒന്നാണ് മൂസാ അലൈഹിസ്സലാമിന്റെയും ഫിർഔനിന്റെയും ചരിത്രം എന്ന് നമ്മൾ തിരിച്ചറിയണം.
നമ്മളിരിക്കുന്ന ഈ ദിവസം ഇതൊരു പ്രസിദ്ധമായ വളരെ പ്രധാനപ്പെട്ട ആശൂറ എന്ന് പറയുന്ന ഈ ദിവസം, ഹക്കിന് ബാത്തിലിനെതിരെ പടച്ചതമ്പുരാൻ വലിയ വിജയം സമ്മാനിച്ച ഒരു ദിവസം. കാലാകാലങ്ങളായി അടിച്ചമർത്തിയും നകളിപ്പ് കാണിച്ചും അഹങ്കാരം കാണിച്ചും ഫിർഔൻ നടത്തിയിരുന്ന ഒരു ദുർഭരണത്തിന് പടച്ചതമ്പുരാൻ അറുതി വരുത്തിയ ഒരു ദിവസം. ഈജിപ്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെ കാണിച്ച് ഫിർഔൻ പറഞ്ഞത് വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികളൊക്കെ ഒഴുകുന്നത് എന്റെ നിർദ്ദേശമനുസരിച്ചാണ് എന്നാണ്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഞാൻ പറയുന്നതിനനുസരിച്ച് ഈ നദികൾ ഒഴുകും എന്ന് ആർത്തിരമ്പുന്ന തിരമാലകൾ അലതല്ലുന്ന നൈൽ നദിയെ ചൂണ്ടിക്കാണിച്ച് അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞ ഫിർഔനിന്റെ ആ അധികാര ദുർനടപ്പിന് പടച്ചതമ്പുരാൻ അറുതി വരുത്തിയ ഒരു ദിവസത്തിന്റെ പേരാണ് ആശൂറ എന്ന് പറയുന്ന മുഹറം 10 എന്ന് പറയുന്ന ഇന്നത്തെ ഈ ദിവസം. ബനൂ ഇസ്രായേലുകാർ എത്ര കൊല്ലമായി അവരുടെ കൂട്ടത്തിലെ ആൺകുട്ടികളെ കൊന്നുകളഞ്ഞ് അവരുടെ കൂട്ടത്തിലെ സ്ത്രീകളെ മാനഭംഗം പെടുത്തി എല്ലാ നിലക്കും അവരെ ജീവിക്കാനുള്ള അടിസ്ഥാന ആവശ്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും വരെ നിഷേധിച്ചുകൊണ്ട് ഉപദ്രവിച്ചിരുന്ന ഫിർഔൻ. ഖുർആനിൽ വായിച്ചാൽ മതി ഫിർഔൻ ആരാണ് എന്നറിയാൻ. ഖുർആൻ ഫിർഔനെ കുറിച്ച് പറഞ്ഞു, ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, ഭൂമിയിൽ വലിയ ഔന്നിത്യം നടിച്ചവനാണ് ഫിർഔൻ. വഹൽ അതാക ഹദീസു മൂസ, നിങ്ങൾക്ക് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വന്നു കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഫിർഔനിന്റെ ചരിത്രം വന്നു കിട്ടിയിട്ടുണ്ടോ? ഖുർആനിലെ ചോദ്യമാണ്. ഇന്നഹു തഗാ, അവൻ വലിയ ദുർനടപ്പുകാരനാണ്, അവൻ എല്ലാത്തിലും അതിര് കവിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ്, അവൻ വലിയ അഹങ്കാരിയാണ്. ഖുർആൻ ഫിർഔനിനെ കുറിച്ച് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ആ എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിനും പടച്ചതമ്പുരാൻ അറുതി വരുത്തി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബലഹീനരായ ഒരു പ്രവാചകനും അവന്റെ അനുയായികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം സമ്മാനിച്ച മഹത്തായ ഒരു ദിവസത്തിന്റെ പേരാണ്. ഈ ദിവസത്തിന് ഹദീസിൽ പറഞ്ഞിട്ടുള്ള പേര് ഹാദാ യൗമുൻ അളീം, യൗമുൻ അളീം. ഇതൊരു മഹത്തായ ദിവസമാണ്, ഇതൊരു വമ്പിച്ച ദിവസമാണ്. പടച്ചതമ്പുരാൻ അവന്റെ ഭൂമിയിൽ ആർക്ക് എപ്പോഴാണ് അധികാരം നൽകുക, ആരിൽ നിന്നാണ് അധികാരം പടച്ചതമ്പുരാൻ ഊരിക്കളയുക എന്ന് ആ ചരിത്രം വളരെ കൃത്യമായി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം. ഒരു വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് അധികാരം പടച്ചതമ്പുരാൻ പാടെ ഊരിയെടുക്കുകയും ഭൂമിയിൽ ഒരിക്കലും അധികാരം തങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച മറ്റൊരു വിഭാഗത്തിന്റെ കൈകളിൽ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് പടച്ചതമ്പുരാൻ അധികാരം വെച്ചുകൊടുക്കുകയും ചെയ്ത ഒരു ദിവസം. ഇന്നൽ അർള ലില്ലാഹ്, ഇന്നൽ അർള ലില്ലാഹ്, ഭൂമിയുടെ അധികാരം അല്ലാഹുവിനാകുന്നു. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി, തന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ ഭൂമിയിൽ അവൻ അനന്തരാവകാശം നൽകുന്നു. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി, താൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഭൂമിയിൽ അവൻ അധികാരവും ആധിപത്യവും നൽകുന്നു. അങ്ങനെയൊരു ചരിത്രം വളരെ തെളിഞ്ഞു കാണുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ പേരുള്ള ഫിർഔനിന്റെ പേരുള്ള ഒരായത്ത് അറിയാത്തവരും ഓതാത്തവരും നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയാം. നമ്മളോതുന്ന കൊച്ചു കൊച്ചു സൂറത്തുകളിലും ആയത്തുകളിലും ഒക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവും ആ പേരുകളൊക്കെ ആവർത്തിച്ച് നമ്മളോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇപ്പോ വിശദമായ ചർച്ചക്ക് പോകുന്നില്ല. ചരിത്രത്തിന്റെ സംഗ്രഹം ഇപ്രകാരമാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഫിർഔനിന്റെയും ചരിത്രത്തിന്റെ ആകത്തുക ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പിന്നീട് അതിൽ നിന്ന് ചില പാഠങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യും. ഒന്ന്, റഫറൻസിന് വേണ്ടി ചില ഭാഗങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എപ്പോഴെങ്കിലും ഈ ചരിത്രം ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ വായിക്കണം എന്ന് ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ
നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു സൂറത്ത്, ഓതാൻ പറ്റിയ ഒരു സൂറത്ത് ഒന്ന് സൂറത്ത് ഖസസാണ്. സൂറത്ത് ഖസസ് ഒന്ന് ഓതി നോക്കിയാൽ മതി. തുടങ്ങണ തന്നെ ഈ ചരിത്രം പറഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ മറ്റൊരു പ്രധാനപ്പെട്ട സൂറത്ത് ത്വാഹയാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഫിർഔനിൻ്റെയും ചരിത്രം പഠിക്കണം എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുവെങ്കിൽ വളരെ വിശദമായി അള്ളാഹു ചർച്ച ചെയ്യുന്ന രണ്ട് സൂറത്തുകളാണ്. ഒന്ന് സൂറത്തു ഖസസ്, മറ്റൊന്ന് സൂറത്തു ത്വാഹ. വായിച്ചു നോക്കിയാൽ ആയത്തുകളിലൂടെ അങ്ങനെ സഞ്ചരിച്ചു പോയാൽ പേജുകൾ ഇങ്ങനെ മറിഞ്ഞു പോകുന്നത്, അതിന്റെ അർത്ഥവും ആശയവും ഇങ്ങനെ കേട്ടുപോകുന്നത്, അതൊക്കെ ഒന്ന് ശരിക്കും പഠിച്ചു വെച്ചെങ്കിൽ ഇമാമിന്റെ പിന്നിൽ നിന്നൊക്കെ തറാവീഹിനും റമളാനിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ ആ സൂറത്തുകളൊക്കെ ഓതുമ്പോൾ അതിന്റെ പിന്നാലെ കൂടിയാൽ സമയം പോകുന്നത് അറിയില്ല. വളരെ സുന്ദരമായി വിശദമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈജിപ്തിൽ ദുർനടപ്പ് ഭരണം നടത്തിയ ഫിർഔൻ, ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു വിവരം വന്ന് കിട്ടുകയാണ്. എന്താ വിവരം അറിയോ? ബനൂ ഇസ്രായേലിയരിൽ ജനിക്കുന്ന ഒരു ആൺകുട്ടി കാരണം തന്റെ ഭരണം നഷ്ടപ്പെടും, തന്റെ അധികാരം നഷ്ടപ്പെടും. അദ്ദേഹത്തിന് കിട്ടിയ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, ഒരു ഉത്തരവ് അദ്ദേഹം പുറപ്പെടുവിപ്പിക്കുകയാണ്. ഫിർഔൻ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. എന്താ ഉത്തരവ്? ജനിക്കുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയും. കാരണം ആ ഏതോ ഒരാൺകുട്ടി അവൻ ജനിച്ച് വളർന്ന് വലുതായാൽ അവൻ കാരണം തൻ്റെ ഈ ഈജിപ്തിലെ മുഴുവൻ അധികാരവും മുഴുവൻ ആധിപത്യവും തനിക്ക് നഷ്ടപ്പെട്ട് താൻ ഒന്നുമല്ലാതായി മാറുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ അദ്ദേഹം തന്റെ കിങ്കരന്മാർക്ക് ഉത്തരവ് നൽകി. ഈജിപ്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫിർഔനിന്റെ ആ ഉത്തരവിന് ശേഷം ഏതൊരു വീട്ടിൽ ഒരു ഗർഭിണി ഉണ്ടെന്നറിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു പ്രസവത്തിന് സാധ്യതയുണ്ട് എന്നറിഞ്ഞാൽ അവിടെ ഫിർഔനിന്റെ ആളുകൾ എത്തും. ആ പ്രസവിക്കപ്പെട്ട കുട്ടി അതാണാണോ എങ്കിൽ ആ കുഞ്ഞിന്റെ കഥ അപ്പ തീർന്നു. ഒരു നാൾ അവനെ ശ്വസിക്കാൻ, അവനെ ജീവിക്കാൻ അനുവദിക്കാത്തൊരവസ്ഥ ബനൂ ഇസ്രായേലിൽ ഈജിപ്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ യുക്തിഭദ്രമായ ഒരു തീരുമാനം, ബനൂ ഇസ്രായേലിൽ ഒരു ആൺകുട്ടി ജനിക്കണം, ഈജിപ്തിൽ ഒരു ആൺകുട്ടി ജനിക്കണം. ഫിർഔനിന്റെ അറിവിൽ ആ ആൺകുട്ടിയുടെ ജനനം ഉണ്ടാകണം, ഫിർഔനിന്റെ ചെലവിൽ ആ ആൺകുട്ടി വളരണം. അള്ളാഹുവിന്റെ യുക്തിഭദ്രമായ ഒരു തീരുമാനം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ വലിയ ആദരവും വലിയ ബഹുമാനവുമുള്ള വലിയ ബഹുമതിയുമുള്ള ഒരു ഉമ്മയാണ് എന്ന് ഖുർആനിന്റെ ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ സമയത്ത് അവർ ഗർഭിണിയായി, പൂർണ്ണ ഗർഭിണിയായി. രാജ്യത്ത് ഇങ്ങനെ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. താൻ പ്രസവിക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയില്ല. അതൊരാൺകുഞ്ഞായാൽ ആ കുഞ്ഞിനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ മണ്ണിലില്ല. എല്ലാ ആൺകുട്ടികളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പേടിയിലാണ് ആ ഉമ്മ തന്റെ ഗർഭകാലത്ത് അവസാനത്തെ നാളുകൾ തള്ളി നീക്കിയതെന്ന് ആയത്തുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അവസാനം അവർ പ്രസവിച്ചു, കുട്ടിയാണാണ്. വലിയ പേടിയുണ്ടായി, മനസ്സിൽ വലിയ പേടിയുണ്ടായി, വലിയ ഭയമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മാക്ക് വഹീ നൽകുന്നു. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഇ ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മാക്ക് കൊടുത്ത ഒരു വഹീനെ പറ്റി സൂറത്തു ത്വാഹയിൽ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചതാണ്. ആ ഉമ്മയോട് നമ്മൾ പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, പേടിക്കണ്ട, ഭയപ്പെടണ്ട, നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ മുലയൂട്ടാൻ തീർച്ചയായും ഞാൻ തരും. ഈ കുഞ്ഞിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയമോ ദുഃഖമോ ഉണ്ടെങ്കിൽ എന്റെ വഹീനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. എന്താ അല്ലാഹുവിന്റെ വഹീ? നിങ്ങളുടെ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കിക്കളയണം. ആ ഒഴുക്കിക്കളയുമ്പോ നിങ്ങളുടെ കുഞ്ഞിന്റെ കഥ തീർന്നു, ഒരിക്കലും ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരിച്ചു കെട്ടില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഈ കുഞ്ഞിനെ തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു തരും. മാത്രമല്ല, നാളെ ഒരു നാൾ ഈ കുഞ്ഞ് ഒരു പ്രവാചകനാവുകയും ചെയ്യും എന്ന്
മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുകയാണ്. വഹി അനുസരിച്ച് ഉമ്മ പ്രവർത്തിക്കുന്നു. കുഞ്ഞിനെ മുലയൂട്ടി ഫിർഔനിന്റെ ആളുകൾ വരുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കി കളഞ്ഞു. ആർത്തിരം വന്ന നൈൽ നദിയിലെ തിരമാലകളെ തലോടിക്കൊണ്ട് ആ പെട്ടി നേരെ ചെന്നെത്തിയത് ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവിയുടെ കൈകളിലേക്കാണ്. അവരും അവരുടെ തോഴിമാരും നൈൽ നദിയിൽ ഒരു വൈകുന്നേരം ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സുന്ദരമായ ഒരു പെട്ടിയിൽ അതിസുന്ദരനായ ഒരു ആൺകുഞ്ഞ് ആദ്യം തുറന്നു നോക്കിയത് ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവിയാണ്. കൺകുളിർമയുള്ള കുഞ്ഞ്, നല്ല ചന്തമുള്ള കുഞ്ഞ്. ആ പെട്ടിയെയും കുട്ടിയെയും വാരിയെടുത്ത് നേരെ തന്റെ ഭർത്താവിന്റെ അടുക്കൽ പോയി. അവർ പറയുന്ന വർത്തമാനം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ പറയാണ്, ലാ തഖ്തുലൂ, ഈ കുഞ്ഞിനെ നിങ്ങൾ കൊല്ലരുത്. കാരണം എല്ലാ കുട്ടികളെയും കൊല്ലാനുള്ള ഉത്തരവും അതനുസരിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ അള്ളാഹു അവന്റെ ഹിക്മത്ത് അനുസരിച്ച് അവന്റെ ഒരു തീരുമാനത്തെ അവൻ നടപ്പിലാക്കുന്നത് നമ്മൾ കാണാം. ലാ തഖ്തുലൂ, നിങ്ങൾ ഈ കുഞ്ഞിനെ കൊല്ലരുത്. അസാ അൻ യൻഫഅനാ വലദാ, ഈ കുഞ്ഞിനെ നമുക്ക് നല്ല ഉപകാരമുള്ള ഒരു കുഞ്ഞായി ഒരു പക്ഷേ കിട്ടിയേക്കാം. ഈ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടിയേക്കാം. അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു വലദാ, ഈ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ഉപകാരവും നമുക്കൊരു കുഞ്ഞുമായി ഒരു മകനുമായി ഒക്കെ ഈ കുഞ്ഞിനെടുക്കാം, കൊല്ലരുത് എന്നൊക്കെ അവര് പറഞ്ഞു. അവരുടെ ഭാര്യ പറയുന്നതനുസരിച്ച് ഫിർഔൻ ആ കുഞ്ഞിനെ മാത്രം കൊല്ലാതെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഫിർഔനിന്റെ ചെലവിൽ മൂസാ നബി അലൈഹിസ്സലാം വളരുകയാണ്. അള്ളാഹിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ തീരുമാനമാണ്. വളർന്നു വലുതായി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യബദ്ധത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബനൂ ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളും ഈജിപ്തിലെ അടിസ്ഥാന വംശജരായ കോപ്റ്റിക് വംശത്തിൽപ്പെട്ട മറ്റൊരാളും തമ്മിൽ അടിപിടി കൂടുമ്പോ സഹായത്തിന് വേണ്ടി മൂസ എന്ന ചെറുപ്പക്കാരനെ ബനൂ ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽപ്പെട്ട അയാൾ വിളിച്ചു. ഒന്ന് ചെന്നു ആ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു അടി വെച്ചു കൊടുത്തു. അത്രൻ ഒരടി വെച്ചു കൊടുത്തു. ആള് മരിച്ചുപോയി. ഈജിപ്തിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒരാള് മരിച്ചുപോയി. ബനൂ ഇസ്രായേലുകാരെന്ന് പറയുന്നത് അവിടെ കുടിയേറി പാർത്തവരാ. അപ്പോ ഒരു നിലക്കും അന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് നിക്കക്കള്ളിയില്ലാതെയായി. അവര് വലിയ പ്രശ്നം ഉണ്ടാക്കി. ആ നാട്ടിലെ അടിസ്ഥാന വംശത്തിൽപ്പെട്ട ഒരാളെയാണ് കൊന്നുകളഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിട്ടു. ഖുർആൻ പറഞ്ഞു, വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയൻ എന്ന ഒരു നാട്ടിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജ്യം വിട്ടു. അവിടെയാണ് ശുഐബ് നബി അലൈഹി സ്വലാം പ്രവാചകനായി ദഅവത്ത് നടത്തിക്കൊണ്ട് ജീവിച്ചിരുന്നത്. ഒരേ കാലഘട്ടത്തിൽ പല നാടുകളിൽ പല പ്രവാചകന്മാരെ അയച്ചിരുന്ന ഒരു അള്ളാഹുവിന്റെ സുന്നത്താണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. പല നാടുകളിലേക്കും പല പ്രവാചകന്മാർ. മദിയൻ എന്ന നാട്ടിൽ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ 2 പെൺകുട്ടികളിൽ ഒരാളെ കല്യാണം കഴിച്ച് വിവാഹവും കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും ഒക്കെയായി കുറെ വർഷങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം മദിയൻ എന്ന് പറയുന്ന നാട്ടിൽ ജീവിക്കുന്നു. കാലങ്ങൾ കുറെ പിന്നിട്ടതിന് ശേഷം കുടുംബസമേതം ഭാര്യയും മക്കളും എല്ലാവരും ഒന്നിച്ച് ഈജിപ്തിലേക്ക് ഒരു ദിവസം തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്നതിന്റെ ഇടയിലാണ് മൂസ അലൈഹിസ്സലാമായി നബിയായി അള്ളാഹു പ്രവാചകനായി മൂസാ നബി അലൈഹിസ്സലാമിനെ തെരഞ്ഞെടുക്കുന്നത്. പരിശുദ്ധമായ തുവാ താഴ്വരയുടെ താഴെ വെച്ച് ഒരു പ്രകാശം കണ്ട് അങ്ങോട്ടേക്ക് പോയതാണ്. കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, കുടുംബം നിങ്ങൾ ഇവിടെ താമസിക്കൂ. ഇന്നി ആനസ്തു നാറ, എനിക്ക് അവിടെ എന്തൊരു വെളിച്ചം കാണുന്നു, ഞാൻ അന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ. അവിടെ പോയതാണ്. അവിടെ പോയപ്പോ ഒരശരീരി വിളിക്കപ്പെട്ടു, മൂസ ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവാ, നീ പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ് ഇപ്പോൾ ഉള്ളത്. മൂസ ചെരിപ്പഴിച്ചു വെക്കണം. ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ ചില ഉത്ബോധനങ്ങൾ നിനക്ക് നൽകാൻ പോവുകയാണ്. നീ പ്രവാചകനാവാൻ പോവുകയാണ്. നീ പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ്. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനാകുന്നത് മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്ന യാത്രാമധ്യേയാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട കലാകാലങ്ങൾ നിയോഗിക്കപ്പെട്ട നബിമാർക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദിന്റെ സന്ദേശം ആദ്യം കൊടുക്കുന്നു. ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. തൗഹീദിന്റെ സന്ദേശം, നിസ്കാരത്തെക്കുറിച്ചുള്ള സന്ദേശം, പരലോകത്തെക്കുറിച്ചുള്ള സന്ദേശം ഒക്കെ പ്രധാനപ്പെട്ട വഹിയായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുക്കുന്നു. അതിനു പുറമെ ആത്മീയമായ ആ സന്ദേശങ്ങൾക്കപ്പുറം ഭൗതികമായ മറ്റൊരു സന്ദേശവും കൊടുക്കുന്നുണ്ട്. എന്താ അത്? ബനു ഇസ്രായീൽ എന്ന് പറയുന്ന ഒരു വർഗം ഈജിപ്തിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. അവരുടെ വിമോചനത്തിനു വേണ്ടിയും നിങ്ങൾ പണിയെടുക്കണം. അവിടെയുള്ള ദുർനടപ്പ് ഭരണാധികാരിയായ ഫിർഔനെ അതിൽ നിന്ന് മോചിപ്പിച്ച് അവന് സമാധാനത്തിന്റെ സന്ദേശങ്ങൾ ഓതിക്കൊടുക്കണം. അങ്ങനെ ഒരു ഭൗതികമായ ഒരു സന്ദേശവും ഉത്തരവാദിത്വവും ആ വഹിയായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് മൂസാ നബി തിരിച്ചു വന്നത്. നാട്ടിലെത്തിയ ഉടനെ ദഅവത്ത് ആരംഭിച്ചു. ദഅവത്ത് ശക്തമായപ്പോ ഫിർഔനിന്റെ അക്രമവും അവന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളും മൂർച്ച കൂടി, ശക്തി കൂടി. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിശ്വാസികൾക്ക് നേരെ ഫിർഔൻ നടത്തിക്കൊണ്ടേയിരുന്നു. എല്ലാം ക്ഷമിച്ചും എല്ലാം സഹിച്ചും ദഅവത്തിൽ നിന്ന് പിൻവാങ്ങാതെ അവന്റെ കൊട്ടാരത്തിൽ കടന്ന് അവന്റെ മുമ്പിൽ പോയി അവനോട് നേരിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ഞങ്ങൾ പ്രവാചകനാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ദഅവത്ത് നടത്തുന്നത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായി, മൂസ രാത്രിക്ക് രാത്രി ഈജിപ്ത് എന്ന് പറയുന്ന നാട് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾ വിശ്വാസികളും അഭയം പ്രാപിക്കണം, നാട് വിടണം. അൻ അസ്രി ബി ഇബാദി, എന്റെ അടിമകളെയും കൊണ്ട് നിങ്ങൾ ഇസ്രാ നടത്തണം. ഇസ്രാ രാപ്രയാണത്തിന് പറയുന്ന പേരാണ് ഇസ്രാ. അൻ അസ്രി ബി ഇബാദി, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, നിങ്ങളെ എല്ലാ നിലക്കും ഇവൻ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നിങ്ങളും വിശ്വാസികളും രാപ്രയാണം നടത്തണം. രാത്രിക്ക് രാത്രി മൂസാ നബിയും വിശ്വാസികളും രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അല്ലാഹുവിന്റെ വഹിയാണ്. പക്ഷേ ആ വിവരം ഫിർഔനും അവന്റെ ആളുകളും മനസ്സിലാക്കി. അവർ പിന്തുടർന്നു. മൂസാ നബി അലൈഹിസ്സലാമും വിശ്വാസികളും നൈൽ നദിയുടെ മുമ്പിലെത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ പിറകിൽ ഫിർഔനും അവന്റെ സർവ്വ സന്നാഹങ്ങളോട് കൂടിയിട്ടുള്ള ആളുകളും ഈ കൊച്ചു സംഘത്തെ എല്ലാ നിലക്കും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ വന്നിരിക്കുകയാണ്. അവിടെയാണ് മൂസാ നബിയോടൊപ്പമുള്ള വിശ്വാസികൾ മൂസാ നബിയോട് ചോദിച്ചത്, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. അരംഗം, മുന്നിൽ സമുദ്രം, പിന്നിൽ ശത്രു, രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ മൂസ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ, നമ്മുടെ കഥ കഴിഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ഭയം ഉണ്ടായിട്ടില്ല, ഒരു പേടി ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഖാല കല്ല, ഒരിക്കലും നമ്മൾ പിടിക്കപ്പെടൂല, നമ്മൾ ഒരിക്കലും പിടിക്കപ്പെടൂല. ഖാല കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവനൊരു വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉറച്ച വർത്തമാനമാണ്. വലിയ പ്രതിസന്ധിയുടെ മുന്നിൽ നിന്നാണ് ഈ ഉറച്ച വർത്തമാനം പറയുന്നത്. അപ്പോൾ അല്ലാഹുവിന്റെ വഹി ഉണ്ടായി. ഫഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസ്വാകൽ ബഹർ, ബഹർ സമുദ്രം, സമുദ്രത്തിൽ വടി കൊണ്ടടിക്കാൻ. ഫഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസ്വാകൽ ബഹർ ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം. വടി കൊണ്ട് സമുദ്രത്തിൽ ഇടിക്കാൻ അടിച്ചു മൂസാ നബി അലൈഹി സ്വലാം. സമുദ്രം പിളർന്നു. നമ്മൾ വിശ്വസിക്കുന്നു ഇതിൽ നമുക്ക് യുക്തിയൊന്നുമില്ല, ഇതിൽ നമുക്ക് ബുദ്ധിയൊന്നുമില്ല. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ഇത് അല്ലാഹുവിന്റെ പച്ചയായ ഖുർആനിലെ ആയത്താണ്. തൗഹീദ് എന്ന് പറയുന്ന അചഞ്ചലമായ ഏകദൈവ വിശ്വാസത്തിന് മുന്നിൽ അത്തരം ആളുകൾക്ക് പടച്ചുതമ്പുരാൻ കൊടുക്കുന്ന സഹായങ്ങൾ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്, സമുദ്രം പിളരും, തീ അതിന്റെ കരിച്ചു കളയുന്ന സ്വഭാവത്തിൽ നിന്ന് മാറും. വിശ്വാസത്തിന് മുന്നിൽ, ഏകദൈവ വിശ്വാസത്തിന് മുന്നിൽ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്ന് ഖുർആൻ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നു. സമുദ്രം പിളർന്നു, വഴി രൂപാന്തരപ്പെട്ടു,
ഒരു നനവുമില്ലാത്ത രണ്ടു ഭാഗത്തേക്കും നൈൽ നദി മാറി നിൽക്കുകയാണ്. അതിലൂടെ രൂപപ്പെട്ട വടിയുണ്ടല്ലോ, ആ വടിയിൽ ഒരു നനവ് പോലുമില്ല. അങ്ങനെയുള്ള ഒരു വടിയാണ് രൂപാന്തരപ്പെട്ടത്. മൂസാ നബി അലൈഹിസ്സലാം വിശ്വാസികളും ആ വടിയിലൂടെ അക്കരെ കടക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം രാപ്രയാണം നടത്തി അവർ മറു രാജ്യത്തേക്ക് രക്ഷപ്പെടുന്നു. ഇവിടെ അതേ വഴിയിലൂടെ അവരെ പിന്തുടർന്നു വന്ന പിറകിലുണ്ടായിരുന്ന ഫിർഔനും അവന്റെ ആളുകളും അതേ നൈൽ നദിയിൽ, ഏതൊരു നദിയെ നോക്കിയിട്ടാണോ എന്റെ നിർദ്ദേശപ്രകാരമാണ് ആ നദി ചലിക്കുന്നത്, ഒഴുകുന്നത് എന്ന് ഫിർഔൻ അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞു, അതേ നൈൽ നദിയിൽ പടച്ചതമ്പുരാൻ ഫിർഔനിനെ ഒടുക്കിയ ഒരു ചരിത്രം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫിർഔനും അവന്റെ ആളുകളും ആ നൈൽ നദിയിൽ അവർ മുങ്ങി മരിക്കുകയാണ്. ആ സമയത്ത് അവർ മൂസാ നബി അലൈഹി സ്വലാമിനെ വിളിക്കുകയും സഹായത്തിന് അഭ്യർത്ഥിക്കുകയും മൂസ പരിചയപ്പെടുത്തിയ രക്ഷിതാവിൽ ഞാൻ വിശ്വസിക്കാൻ ഒരുക്കമാണ് എന്നൊക്കെ പറയുന്നത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തെ ഈമാൻ അത് ഫലമില്ലാത്ത ഈമാനാണ്. ബഅ്സിന്റെ ഈമാൻ എന്നാണ് അതിന് പറയല്. ഒരു നിലക്ക് ഗതിയില്ലാതെ തോന്നുമ്പോഴുള്ള വിശ്വസിക്കുന്ന വിശ്വാസം, അത് അള്ളാഹുവിന് ആവശ്യമില്ല. ആ നൈൽ നദിയിൽ ഫിർഔൻ മുങ്ങി മരിക്കുകയാണ്. ഈ ദിവസം ഏതാണ്? ഈ ദിവസമാണ് മുഹറം 10. ഈ ദിവസമാണ് മുഹറം 10. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികൾ നോമ്പ് പിടിക്കുന്നത് കണ്ടപ്പോ മാ ഹാദൽ യൗമുൽ ലദീ തസൂമൂന, ഏതാണ് നിങ്ങൾ നോമ്പ് പിടിക്കുന്ന ഈ ദിവസം എന്ന് അവരോട് ചോദിച്ചു. നമ്മുടെ നബിക്കറിയാം ആ ദിവസം റസൂലുള്ള ജാഹിലിയത്തിലെ റസൂലുള്ളാഹിക്ക് പരിചയമുണ്ട്. മക്കയിലിരിക്കുമ്പോഴേ ഈ ദിവസം അറിയാം റസൂലിന്. നബി അവരോട് ചോദിച്ചു, എന്താണ് ഈ ദിവസം? ഈ ദിവസം അൻജല്ലാഹു മൂസ, അല്ലാഹു മൂസ നബിയെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. വഅഗ്റഖ ഫിർഔന വഖൗമ, ഫിർഔനിനെയും അവന്റെ ജനതയെയും അല്ലാഹു മുക്കിക്കൊന്ന ദിവസമാണ്. ഈ ദിവസത്തിലെ സന്തോഷത്തിന് വേണ്ടി അന്ന് മൂസ നബി നോമ്പെടുത്തു. ശുക്രൻ ലില്ലാ ഫസ്വാമഹു മൂസ ശുക്രൻ ലില്ലാ, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തി മൂസാ നബി അന്ന് നോമ്പെടുത്തു. മൂസാ നബിയെ ആദരിച്ചും ബഹുമാനിച്ചും ഞങ്ങൾ ഇന്ന് നോമ്പെടുക്കുകയാണ് എന്ന് യഹൂദികൾ നബിതങ്ങളോട് മദീനയിൽ വെച്ച് പറഞ്ഞപ്പോ നമ്മുടെ റസൂൽ പറഞ്ഞു, അന അഹഖു വഔലാ മിൻകും ബിമൂസ, നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും അടുത്ത ആദർശ ബന്ധവും ഏറ്റവും അടുത്ത ആദർശ യോജിപ്പും ഞങ്ങൾക്കാണുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ മറ്റുള്ളവരോട് റസൂലുള്ളാഹി കൽപ്പിക്കുകയും ചെയ്തത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് ചരിത്രത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. പല ഭാഗങ്ങളിലും ഖുർആൻ വിശദീകരിച്ച ചരിത്രത്തിന്റെ ആകത്തുക ഇതാണ്. ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം, ആർക്കാണ് അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ സംരക്ഷണവും ആത്യന്തികമായി ലഭിക്കുക എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. ആർക്കാണ് അള്ളാഹുവിന്റെ സഹായം? അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിൽ അജഞ്ചലമായി ഈമാൻ വെക്കുന്ന തൗഹീദുള്ള ആളുകൾക്കാണ്. അധികാരവും സൗകര്യവും ഭൗതികമായ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ഒന്നും ജീവിതത്തിലെ വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും ഒരു കാരണമല്ല. ഏറ്റവും വലിയ പടച്ചതമ്പുരാന്റെ സഹായത്തിന് നമ്മൾ അർഹരാകണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി കറകളഞ്ഞ തൗഹീദ് നമുക്കുണ്ടായിരിക്കണം. അതുണ്ടോ? ഏത് പ്രയാസത്തിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും അല്ലാഹ് ഉണ്ട് എൻ്റെ കൂടെ, എൻ്റെ ഈ രോഗത്തിൽ, എൻ്റെ ഈ ബുദ്ധിമുട്ടിൽ, എൻ്റെ ഈ സാമ്പത്തിക പ്രയാസത്തിൽ, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ടെൻഷനിൽ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന അള്ളാഹുവിന്റെ മഅയ്യത്ത്, അല്ലാഹ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്ന ഈമാൻ നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തോക്കൂല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, മൂസാ നബി തൻ്റെ കൂടെയുള്ളവരുടെ ആ ചോദ്യത്തിന് നൽകുന്ന വളരെ കൃത്യമായ മറുപടി. മൂസ, നമ്മൾ പിടിക്കപ്പെട്ടു, അവർ വലിയ ആശങ്കയില്ല, തീർന്നു മൂസ, നമ്മുടെ കഥ കഴിഞ്ഞു. ഇല്ല, കല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. മഅയ റബ്ബി, എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ റബ്ബുണ്ട്. അത് പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാവുകൾക്ക് അത് പറയാനുള്ള ശക്തി ഉണ്ടാവണം. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് പറയാൻ കഴിയണം. ഇന്ന് നേരെ തിരിച്ച മനുഷ്യന്മാര്, ഇന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും തലക്കുമീതെ ഒന്നിനുമീതെ മറ്റൊന്നായി തൂങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ വേണ്ടി അള്ളാഹിനെ മാത്രമാണ് ആദ്യം ഒഴിവാക്കുന്നത്. അള്ളാഹിനെ ഒഴിവാക്കാൻ, എന്നിട്ട് അള്ളാഹു അല്ലാത്ത വേറെ എവിടുന്നെങ്കിലും എന്തെങ്കിലും പോംവടിയും രക്ഷയും
സഹായവും സംരക്ഷണവും കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ മഹാഭൂരിഭാഗവും. അവർക്കുള്ള വലിയ പാഠമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രം. മൂസാ നബി പറഞ്ഞതുപോലെ പറയാൻ കഴിയണം, എന്ത്? എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ രോഗം ശിഫയാവില്ല, മരുന്നുകൾ ഫലം ചെയ്യില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുള്ള ഈ അസുഖത്തിൽ എനിക്ക് ശിഫ നൽകാൻ എന്റെ കൂടെ ഷാഫിയായ എന്റെ റബ്ബുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ, നീ ഇപ്പോ ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലാണെങ്കിലും അതിന്റെ കറകളെ, അതിന്റെ ലക്ഷണങ്ങളെ കരിച്ചു കളഞ്ഞ് പരിപൂർണമായ ആഫിയത്ത് തരാൻ നിന്റെ റബ്ബിന് കഴിയും. കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ആർത്തിരമ്പുന്ന നൈൽ നദി 2 ഭാഗത്തേക്ക് വഴിമാറി അതിലൂടെ നനവില്ലാത്ത ഒരു വടി രൂപാന്തരപ്പെട്ട് വിശ്വാസികളും മൂസാ നബിയും അക്കരെ കടന്നതുപോലെ നിന്നെയും ജീവിതത്തിന്റെ അക്കരയിലേക്ക് പടച്ചതമ്പുരാൻ എത്തിക്കും. എന്താ വേണ്ടറിയോ? ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് പറയാനുള്ള ആ ഈമാൻ, ആ തൗഹീദ്, ആ വിശ്വാസം അത് നമുക്ക് വേണം. ഇത് നമ്മുടെ മൂസാ നബിയുടെ ചരിത്രത്തിൽ മാത്രമല്ല, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വേളയിൽ പ്രവാചകന്റെ തലക്ക് 100 ഒട്ടകത്തിന്റെ സമ്മാനം ഇനാം പ്രഖ്യാപിച്ചു. അബൂബക്കർ സിദ്ദീഖിന്റെ തലക്കും സമ്മാനം പ്രഖ്യാപിച്ചു. ജീവനോടെ കൊണ്ടുവന്നാലും അർത്തിട്ട് കൊണ്ടുവന്നാലും കൊണ്ടുവന്നവർക്ക് മക്കയിലെ സയ്യിദന്മാർ ഇനാം പ്രഖ്യാപിച്ചു. എല്ലാവരും വാളും പിടിച്ചിങ്ങനെ ഊരി നടക്കുകയാണ്. എവിടെ മുഹമ്മദ്, എവിടെ അബൂബക്കർ? ആ സമയത്താണ് 3 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ചത്. സൗർ ഗുഹയിൽ ഖുർആൻ പറയുന്നുണ്ട് സൗർ ഗുഹയുടെ ചരിത്രം. ആ സൗർ ഗുഹയുടെ മുകളിലും ശത്രുക്കളുടെ കാലിന്റെ പെരുമാറ്റം കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിക്കുകയും കരഞ്ഞ് പ്രവാചകന്റെ മുഖത്തേക്ക്, അബൂബക്കറിന്റെ മുഖത്ത് നിന്ന് ഒഴുകിയ ഒരു ചുടു കണ്ണുനീര് പ്രവാചകന്റെ മുഖത്തേക്ക് എത്തിയപ്പോ റസൂൽ അങ്ങനെ നോക്കാൻ, എന്താ അബൂബക്കറെ, എന്തു പറ്റി? അബൂബക്കർ പറഞ്ഞെന്തറിയോ? പ്രവാചകരെ, ശത്രുക്കളുടെ കാലിന്റെ പെരുമാറ്റം. അബൂബക്കറിന്റെ ജീവനിൽ അബൂബക്കറിന് പേടിയില്ല, പക്ഷേ അങ്ങയെ കുറിച്ച് ഓർക്കുമ്പോ നബി എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൗർ മലയുടെ മുകളിൽ പറഞ്ഞ ഒരു വർത്തമാനവും സ്വഹീഹായ ഹദീസിലുണ്ട്. ഇതന്നെ മൂസാ നബി പറഞ്ഞ പോലെ. മൂസാ നബി പറഞ്ഞ എന്താ? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. എല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. ലാ തഹസൻ, എന്തിനാ അബൂബക്കർ പേടിക്കുന്നത്? മാ വന്നുക യാ അബൂബക്കർ ബിഇസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അബൂബക്കറെ, ഈ രണ്ടാളെ പറ്റി നീ എന്താ വിചാരിച്ചത്? ഏത് 2 ഞാനും നീയും? നമ്മൾ 2 അബൂബക്കറെ, അല്ലാഹു സാലിസുഹുമാ. നമ്മുടെ ഇടയിൽ 3ാമനായി അള്ളണ്ട് അബൂബക്കറെ. അവനൊരു വഴി കാണിച്ചു തരും. ഒരു പേടിയും വേണ്ട. നമ്മുടെ കൂടെ ആരുണ്ട്? ഇന്നല്ലാഹ മഅനാ. ഇത് വലിയ ഈമാനാ, വലിയ ഈമാനാണ്. നമുക്കൊക്കെ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ കഴിയണം. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, വിഷമങ്ങൾ, ടെൻഷനുകൾ എന്ത് വരുമ്പോഴും അപ്പോ മുസല്ലയിട്ട് റബ്ബിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്ത് അവന്റെ മുന്നിൽ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് വഴികൾ തുറന്നു തരാൻ വേണ്ടി റബ്ബിനോട് ദുആ ഇറക്കുന്ന ആ ഈമാൻ കാത്തു സൂക്ഷിക്കുന്ന സ്വഭാവം നമുക്ക് വേണം. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. 1ാമത്തെ ചോദ്യത്തിന്റെ ഈ ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന പാഠം, അള്ളാന്റെ സഹായം കിട്ടണമെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഈമാനാണ് വേണ്ടത് എന്നാണ്. 2ാമത്, ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം എന്തറിയോ? ഇവിടെ ഒരു പെണ്ണിനെ ഈ ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു സ്ത്രീയെ. ഫിർഔനിന്റെ ഭാര്യ ആസിയ ബിൻത് മുസാഹിം, ആസിയ ബീബി. സുബ്ഹാനല്ലാഹ്, പെണ്ണ് എന്ന് പറയുന്നത് സൃഷ്ടിപ്പിൽ ഒരാണിനെ അപേക്ഷിച്ച് എല്ലാ നിലക്കും ദുർബലതയാണ് ഒരു പെണ്ണിന്റെ സൃഷ്ടിപ്പിൽ. ശരീരഘടനയിലാവട്ടെ, ശാരീരികമായ അവസ്ഥയിലാവട്ടെ, കായികമായ ബലത്തിന്റെ കാര്യത്തിലാവട്ടെ, ഒരു പെണ്ണ് ഒരാണിനെ അപേക്ഷിച്ച് എപ്പോഴും താഴെ തന്നെയാണ്. പക്ഷേ അങ്ങനെ ദുർബലതയുള്ള ഒരു പെണ്ണിന്റെ മനസ്സിൽ ഈമാൻ സ്ഥാനം പിടിച്ചപ്പോ, ഈമാൻ കുടികൊണ്ടപ്പോ, പിന്നെ ആ പെണ്ണിന്റെ കരുത്ത് ആണിനേക്കാൾ വലിയ കരുത്താണ് ആ പെണ്ണിന് കിട്ടിയത്. ഒരു പെണ്ണിന്റെ ഹൃദയത്തിൽ ഈമാനിന് അല്പം സ്ഥാനം കിട്ടിയപ്പോ ആ പെണ്ണിന്റെ കരുത്ത് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഫിർഔൻ തന്റെ ഭാര്യ ആസിയ മൂസ കൊണ്ടുവന്ന അലൈഹിസ്സലാം ആ ഈമാനിൽ ആകൃഷ്ടയായി അവൾ അതിന്റെ ഒരു ഭാഗമാണ് എന്ന വിവരം അറിഞ്ഞത് മുതൽ
ഫിർഔൻ ആസിയ ബീവിക്ക് നേരെ നടത്തിയ ആക്രമണവും ആസിയ ബീവിക്ക് നേരെ നടത്തിയ മർദ്ദനവും ചില്ലറൊന്നുമില്ല. ഒരാണ് പോലും തകർന്നു പോകും, ഒരു പുരുഷൻ പോലും തളർന്നു പോകും. ആ തരത്തിലുള്ള മൃഗീയമായ ഒരുപാട് മർദ്ദനമുറകൾ തന്റെ ഭാര്യയ്ക്ക് നേരെ ഫിർഔൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നിന്റെ മുന്നിലും ആ പെണ്ണ് തകർന്നിട്ടില്ല, തളർന്നിട്ടില്ല. ഖുർആൻ ലോകത്തുള്ള മുഴുവൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മാതൃകയായി ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവിയെ ആണുങ്ങൾക്ക് റോൾ മോഡലായി അള്ളാഹു നിശ്ചയിച്ചു. ഒരു പെണ്ണിനെ ആണുങ്ങൾക്ക് റോൾ മോഡലായി അള്ളാഹു നിശ്ചയിച്ചു. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി ലോകത്തുള്ള മുഴുവൻ ആണുങ്ങൾക്കും മാതൃകയാണ്, ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങൾക്കും മാതൃകയാണ്. إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعملي ونجني من القوم الظالمين. അവർ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അല്ലാ എനിക്ക് നീ സ്വർഗത്തിൽ ഒരു കുടിൽ നീ നിർമ്മിച്ചു തരണേ അല്ലാ, സ്വർഗത്തിൽ എനിക്കൊരു കുടിൽ നീ നിർമ്മിച്ചു തരണേ അല്ലാ, നിനക്ക് വേണ്ടി ഒരു കൊട്ടാരം ബലികഴിക്കാൻ ഞാൻ ഒരുക്കമാണ് അല്ലാ. ഞാൻ ഇന്ന് കൊട്ടാരത്തിലാണ്, കൊട്ടാരത്തിന്റെ സകലമായ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുകയാണ്. എനിക്ക് കൊട്ടാരം വേണ്ട, കൊട്ടാരത്തിന്റെ തണുപ്പ് വേണ്ട, കൊട്ടാരത്തിന്റെ ശീതള ഛായ വേണ്ട, കൊട്ടാരത്തിലെ സൗകര്യങ്ങൾ എനിക്ക് വേണ്ട, എല്ലാം ബലികഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. എനിക്ക് കൊട്ടാരത്തിന് പകരം നീ ഒരു കുടിൽ തരണം അല്ലാ, അത് നിന്റെ സ്വർഗത്തിലാകണം അല്ലാ. റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു കുടിൽ നീ തന്നാൽ ദുനിയാവിൽ നീ എനിക്ക് തന്ന കൊട്ടാരം ബലികഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഈ ഫിർഔൻ എന്നോട് കാണിക്കുന്ന, അവന്റെ ആളുകൾ എന്നോട് കാണിക്കുന്ന ദുൽമ് അത് കണക്കില്ലാത്തതാണ്, സഹിക്കാനുള്ള കരുത്ത് നീ എനിക്ക് നൽകണേ അല്ലാ. ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവിയെ ഈ ചരിത്രത്തിൽ അല്ലാഹു പ്രത്യേകം നമുക്ക് എടുത്തു കാണിക്കുന്നുണ്ട്. ഒരു പെണ്ണിന്റെ കരുത്ത് ആസിയ ബീവിയിലൂടെ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയാണ് പിന്നീട് ഈ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. മൂന്നാമത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്തറിയോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാജയപ്പെടുത്തുവാനും തോൽപ്പിക്കുവാനും ഒരു ദിവസം കൊട്ടാരത്തിൽ സത്യസന്ദേശവുമായി മൂസാ നബി അലൈഹി സ്വലാം കൊട്ടാരത്തിൽ ചെന്നു. തനിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വഹിയായ വടി, അതിന്റെ മുഅ്ജിസത്തിന്റെ ശക്തി ഫിർഔനിന് കാണിച്ചു കൊടുത്തു. അപ്പൊ ഫിർഔൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ജാലവിദ്യയും തന്ത്രങ്ങളും മന്ത്രങ്ങളൊന്നും കാണിച്ചിട്ട് ഞങ്ങളെ നീ സുയിപ്പാക്കാൻ നോക്കണ്ട, ഇതിനേക്കാൾ വലിയ ജാലിവിദ്യക്കാരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്, നീ സത്യപ്രവാചകനൊന്നുമല്ല എന്ന് പറഞ്ഞ് കളിയാക്കി ഫിർഔൻ കൊട്ടാരത്തിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരിച്ചയക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി കൊട്ടാരത്തിൽ ഒരു മത്സരം സംഘടിപ്പിക്കുവാനും മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിലുള്ള വടി, നിലത്തിട്ടാൽ പാമ്പാകുന്ന ആ വടി, അതിനെ തോൽപ്പിച്ചു കളഞ്ഞു അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഫിർഔൻ കാണിക്കാനും അവരൊരു മത്സരത്തിന് തീരുമാനിച്ചു. അങ്ങനെ ദിവസം നിശ്ചയിച്ചു, സമയം തീരുമാനിച്ചു, ആരാണ് ആദ്യം കളി ആരംഭിക്കുന്നത് എന്നൊക്കെ തീരുമാനിച്ചു. അന്ന് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും, ചരിത്രം പറയുന്നത് ഫിർഔനിന്റെ ആ കാലഘട്ടത്തിലെ അറിയിപ്പനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് പോലും ചില ജാലവിദ്യക്കാരും മാരണക്കാരും ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് അന്ന് ഈ മത്സരത്തിന് വേണ്ടി പോയിരുന്നു എന്ന് ചരിത്രത്തിൽ ചില ഭാഗങ്ങൾ എഴുതി വെച്ചത് കാണാം. എല്ലാ ഭാഗത്തു നിന്നും മുഴുവൻ സാഹിര്യങ്ങളും മുഴുവൻ ജാലവിദ്യക്കാരും അന്ന് മൂസാ നബിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്നു. അങ്ങനെ മത്സരം ആരംഭിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, തുടങ്ങിക്കോളി, നിങ്ങൾ തുടങ്ങിക്കോളി, കളി നിങ്ങൾ തുടങ്ങിക്കോളി. അങ്ങനെ ഫഅൽഖൗ ഹിബാലഹും വഅസിയഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ. അവർ കയ്യിലുള്ള വടികളും കയ്യിലുള്ള കയറുകളൊക്കെ നിലത്തിട്ടപ്പോൾ ഒക്കെ എന്തായി? ഒക്കെ പാമ്പായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും പേടിച്ചുപോയി. അത്തരത്തിലുള്ള വലിയ വലിയ സർപ്പങ്ങളായി അവരുടെ കയ്യിലുള്ള കയറുകൾ, വടികൾ മാറി. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, പേടിക്കണ്ട മൂസാ, നീ നിന്റെ കയ്യിലുള്ള വടിയും താഴെയിട്. മത്സരത്തിന്റെ രണ്ടാം ഭാഗം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കളി ആരംഭിച്ചു. അത് മുഅ്ജിസത്താണ്. ആ വടി നിലത്തിട്ടു, പാമ്പായി. എല്ലാ പാമ്പുകളെയും അത് കൊത്തിത്തിന്നു, എല്ലാത്തിനെയും ഇല്ലാണ്ടാക്കി.
എന്നിട്ട് അതിങ്ങനെ തല ഉയർത്തി ഇങ്ങനെ നിന്നു. ഇത് കണ്ടപ്പോൾ ഈ ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ സന്ദേശത്തിലേക്കാണ് ഈ ചരിത്രം വിരൽ ചൂണ്ടുന്നത്. രാവിലെ കൊട്ടാരത്തിലേക്ക് കുറച്ചാളുകൾ വന്നു. ഫിർഔനിന്റെ ഈ ക്ഷണമനുസരിച്ച് മൂസാ നബിയെ തോൽപ്പിക്കാൻ, തൗറാത്തിനെ തോൽപ്പിക്കാൻ, അള്ളാഹുവിന്റെ ശത്രുക്കളായി, അള്ളാഹുവിന്റെ റസൂലായ മൂസാ നബിയുടെ ശത്രുക്കളായി കൊട്ടാരത്തിലേക്ക് കുറച്ചാളുകൾ രാവിലെ വന്നു. അവര് രാവിലെ വരുമ്പോൾ ഫിർഔനോട് ചോദിച്ചെന്തറിയോ? മൂസായെ ഞങ്ങൾ തോൽപ്പിക്കാം, ഞങ്ങൾക്ക് എന്ത് തരും, ഞങ്ങൾക്ക് എന്ത് തരും? ഫിർഔൻ പറഞ്ഞെന്തറിയോ? നിങ്ങൾ കൊട്ടാരത്തിലെ എൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാനിരിക്കുന്ന കസേരയുടെ തൊട്ടടുത്ത് കസേരയിട്ട് ഇരിക്കാൻ പറ്റുന്ന സഹമന്ത്രിമാരായി ഈ കൊട്ടാരത്തിൽ ഏറ്റവും അടുത്ത ഉന്നതമായ സ്ഥാനം ഞാൻ നിങ്ങൾക്ക് നൽകും. പിന്നെ ദുനിയാവിൽ നിങ്ങൾക്ക് എന്തെല്ലാം വേണോ എല്ലാം നമ്മൾ തരും. മൂസാനെ നിങ്ങൾ തോൽപ്പിക്കണം. ആ ഇനം, ആ സമ്മാനം ആശിച്ച് ദുനിയാവ് കൊതിച്ച് ഒരു പറ്റം ആളുകൾ അന്ന് കൊട്ടാരത്തിലേക്ക് രാവിലെ വന്നിരുന്നു. അപ്പോൾ വൈകുന്നേരം മത്സരം കഴിഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിലുള്ളത് അത് മുഅ്ജിസത്താണ് എന്ന് ഈ രാവിലെ വന്ന ഈ ജാലവിദ്യക്കാർക്ക് മനസ്സിലായി. ഫിർഔന് മനസ്സിലായിട്ടില്ല. ഈ വന്ന ജാലവിദ്യക്കാർക്ക് മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി, ഞങ്ങൾ ഇട്ടതാണ് സിഹർ, ഞങ്ങൾ കാണിച്ചതാണ് കൺകെട്ട്, ഇത് ഒറിജിനലാണ്. ഇത് ബോധ്യപ്പെട്ട ഉടനെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഫിർഔനിന്റെ മുന്നിൽ വെച്ച് അവരൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. എന്തറിയോ? ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വ ഹാറൂൻ. ഞങ്ങളെല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. മൂസായും ഹാറൂനും പരിചയപ്പെടുത്തുന്ന അള്ളാഹ്, ആ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫഉൽഖിയ സഹറതു സാജിദീൻ. എല്ലാ സാഹിര്യങ്ങളും സുജൂദില്, അള്ളാഹ്ക്ക് സുജൂദില് ഒരൊറ്റ വീഴന ഫിർഔനിന്റെ കൊട്ടാരത്തില്. ഇത് ഫിർഔനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്തൊരു സംഗതി. ഫിർഔൻ പറഞ്ഞു, ഇന്ന ഹാദാ ലമക്റുൻ, ഇതൊരു ചതിയാണ്. ലമക്കർതുമൂഹു ഫിൽ മദീന, നിങ്ങൾ ടൗണിൽ നിന്ന് നിങ്ങളും മൂസാവും തമ്മിൽ ഒത്തുകളിച്ചിട്ട് ഇത് എന്നെ നാറ്റിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയതാണ്. എല്ലാത്തിനെയും കൊല്ലും. ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും, കൈകാലുകൾ സകലെണ്ണത്തിന്റെ ഇപ്പൊ വെട്ടി നുറുക്കും, എല്ലാത്തിനെയും കൊല്ലും. ഫിർഔൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾ നോക്കണം സഹോദരങ്ങളെ, ഒരു ദിവസത്തിന്റെ രണ്ടറ്റങ്ങൾക്കിടയിൽ മനുഷ്യന്റെ മനസ്സുകളെ പടച്ചിടമ്പുരാൻ അള്ളാഹ്ക്ക് മാറ്റാൻ സമയമൊന്നും വേണ്ട. ഒരു ദിവസത്തിന്റെ രാവിലെ ദുനിയാവ് ആശിച്ച് സമ്മാനങ്ങളിൽ കൊതിച്ച് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അവന്റെ വേദഗ്രന്ഥത്തിന്റെയും ശത്രുക്കളായി ഒരു പിടി ആളുകൾ വന്നപ്പോ അതേ ദിവസത്തിന്റെ വൈകുന്നേരം എന്തായെന്നറിയോ? അള്ളാന്റെ ഔലിയാക്കളായി ദുനിയാവ് അവർ മരിച്ചുപോയി. രാവിലെ അള്ളാന്റെ ശത്രുക്കളായി കൊട്ടാരത്തിലേക്ക് വന്നു, വൈകുന്നേരം അള്ളാഹുവിന്റെ ഔലിയാക്കളായി കൊട്ടാരത്തിൽ നിന്ന് അവർ മരിച്ചുപോയി. ഒരു ദിവസത്തിന്റെ രണ്ടറ്റങ്ങൾക്കിടയിൽ മനുഷ്യന്റെ മനസ്സുകളെ അള്ളാഹു മാറ്റിമറിച്ചതിന്റെ ചരിത്രം നമ്മൾ കൃത്യമായി ഇവിടെ കാണുകയാണ്. അള്ളാഹ്ക്ക് കുറെ സമയമൊന്നും വേണ്ട ഒരാളെ ഹക്കിന്ന് എറിയാനും ഹക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും. അതുകൊണ്ട് നമ്മളോടൊക്കെ ദുആർക്കാൻ പറഞ്ഞ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എപ്പോഴാണ് തെറിച്ചു പോകുന്ന പറ്റില്ല ദീനെന്ന്. റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഖുർആനിലെ ആയത്താണ്, റസൂലുള്ളാഹിന്റെ ഹദീസിലെ ദുആയാണ്. ഹൃദയങ്ങളെ അള്ളാന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഹൃദയം. യുഖല്ലിബുഹാ കൈഫ യശാ, എങ്ങോട്ട് തിരിക്കണം എന്നല്ല തീരുമാനിച്ച് ഇങ്ങനെ തിരിച്ചും മറിച്ചും കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ദുനിയാവിൽ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കും. എപ്പോഴും ആ ദീനിലേക്ക് മറിയാൻ വേണ്ടി എപ്പോഴും തേടിക്കൊണ്ടിരിക്കണം. ഫിർഔനിന്റെ കൊട്ടാരത്തിലെ സാഹിര്യങ്ങൾക്ക് കിട്ടിയതുപോലെ രാവിലെ ശത്രുക്കളായി വന്ന് വൈകുന്നേരം അള്ളാന്റെ മിത്രങ്ങളായി അവർ മരിച്ചില്ല. അവർ മരണം ഏറ്റുവാങ്ങി. ഫിർഔനോട് പറഞ്ഞു, നീ എന്ത് വേണം കഴിക്കോ, എന്നെങ്കിലും ഒരു ദിവസം മരിക്കും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നിന്റെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് പുറത്തു തന്നാൽ മതി, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫിർഔൻ അവരെ കൊന്നുകളഞ്ഞു. പകലിന്റെ രണ്ടറ്റങ്ങൾക്കിടയിൽ മനുഷ്യന്റെ മനസ്സുകൾക്ക് മാറ്റം നൽകിയ അള്ളാഹുവിന്റെ ഈ അത്ഭുതകരമായ സംവിധാനവും ഈ ചരിത്രത്തിനിടയിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ഗുണപാഠങ്ങൾ ഈ ചരിത്രത്തിൽ നിന്ന് എണ്ണാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു, സമയമായി. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടതിനെ മനസ്സിൽ കൃത്യമായി നിലനിർത്തി പാഠങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴും ഇതുപോലെ സമയത്തിനും സന്ദർഭത്തിനനുസരിച്ച് ചരിത്രങ്ങളും പാഠങ്ങളൊക്കെ കേട്ട് മതപരമായ നമ്മുടെ ജീവിതത്തിന് അല്പം മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് അള്ളാഹു നമുക്കെല്ലാം ഒരു വഴികൾ, അവസരങ്ങൾ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.
തെറ്റുകളും കുറ്റങ്ങളൊക്കെ പുറത്തു കിട്ടുന്ന ഒരമലായി അള്ളാഹു നമ്മളിൽ നിന്ന് ഇതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും എപ്പോഴും അള്ളാഹുവിൻ്റെ ദീനിനോട് കൂറും കടപ്പാടുമുള്ളവരായി മരിക്കുന്നത് വരെ ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ ആഖിറത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി അള്ളാഹു പകരം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.